prayer തുടങ്ങാലോ. ഓക്കേടാ. Dear God, thank you for this new day. Please guide my thoughts, words, and actions, and help me spread the kindness and love. Give me strength for the challenges ahead and keep me mindful of your blessings. Amen. Good morning, ma'am. Good morning, all of you. I am Asina. It's my privilege to deliver the sign-in. In today's class, I hope today is a wonderful day to everyone. And today our class is starting with a wonderful prayer by Saumya Tony. For handling today's class, I am very pleased to welcome our beautiful Miss Jisha ma'am for handling today's class, and also I am glad to welcome my enthusiastic and energetic teammates to our class. I hope you guys are being active and energetic in today. I also would like to invite Jasmine for today's thought. Thank you. Thought of the day. A day without laughter is day wasted. A day without laughter is day wasted. It means that when you laugh, you change, and when you change, the whole world changes around you and it turns magical. Always find a reason to laugh. It may not add years to your life, but will surely add life to your years. ചിരിക്കാത്ത ഒരു ദിവസം പാഴായ ഒരു ദിവസമാണ്. So, always smile and be happy. Thank you. Have a nice day. സ്റ്റാർട്ട് ചെയ്തോളൂ. ഏത് ചാർട്ടാണ്? ഇല്ല, കാണിച്ചിട്ടില്ല. റെഡിയാക്കിയിട്ടില്ല. നമുക്ക് തന്നില്ലായിരുന്നോ ഹാൻഡ് വാഷ് ടെക്നിക്ക് എന്ന് പറഞ്ഞ ആ ചാർട്ടിന്റെ കാര്യം ഞാൻ ചോദിച്ചേ. അത് ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 കാണിച്ചായിരുന്നു. വരച്ചത് കാണിച്ചില്ല അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല. അപ്പൊ ഇന്ന് കാണിക്കാമോ? ആദ്യം മിസ് വരട്ടെ. Good morning. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning.
Okay, prayer എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു മാം. Okay, fine. Okay, so മെന്റൽ ഹെൽത്ത് ആണ് അത് എടുത്തോണ്ടിരിക്കുവാണോ? ഇനി അതാ തുടങ്ങേണ്ടത്. പേജ് നമ്പർ ഒന്ന് പറയുമോ? 24. നിങ്ങൾ 13 ബാച്ച് അല്ലേ? ഓക്കെ, ഓൾറെഡി ഞാൻ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീന്റെ ക്വസ്റ്റ്യൻസും 1 and 2ന്റെ ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. സോ 1 and 2ഉം 6ഉം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ലെസൺ കഴിഞ്ഞിട്ട് 6th ലെസന്റെ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇന്ന് തന്നെ അത് കിട്ടിയിട്ടുണ്ടോ? ഓൾറെഡി വന്നിട്ടുണ്ടോ 1 and 2? ഇല്ല, ഇന്ന് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ ഫൈൻ. സോ മെന്റൽ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെ? റെക്കോർഡ് ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹാൻഡ് വാഷ്. അതല്ല, റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ആ 2 പറഞ്ഞിരുന്നു. ഒന്നിന്റെയും 1ാമത്തെ റെക്കോർഡും 4ാമത്തെ റെക്കോർഡും പറഞ്ഞു. രണ്ടും കംപ്ലീറ്റ് പറഞ്ഞു തന്നു അല്ലെ? ഒരു 1 വീക്ക് ഒക്കെ 1 അല്ല, ഒരു 10 days കഴിയുമ്പോൾ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. 2nd ഉം 3rd ഉം പറയാം. ഓക്കെ. പെൻഡിങ്ങിൽ വെക്കരുത്, കാരണം ഒത്തിരി പേര് പെൻഡിങ്ങിൽ വെച്ച് അവരിങ്ങനെ കഷ്ടപ്പെടുവാണ് വൈവയുടെ ടൈമിലേ. നമ്മൾക്കും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ഒരു പലർക്കും പേടി വൈവ അറ്റൻഡ് ചെയ്യാൻ. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വൈവ അത്ര ടാസ്ക് ഒന്നും അല്ല. മാം അടുത്ത ഫ്രൈഡേയിലേക്ക് പറഞ്ഞാ പോരെ? ഈ 18ാം തീയതി ആവുമ്പോഴേക്കും. ഇന്നിപ്പോ 8ാം തീയതി അല്ലേ? എന്നെ ഒന്ന് ഓർപ്പിച്ച ഞാൻ മറന്നു പോകും ഏത് ബാച്ചാണ്. അങ്ങനെയുള്ള പ്രശ്നത്തിൽ എനിക്ക് വരും. ഓക്കെ മാം, വൈവയില് നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയാണോ ചോദിക്കണത്? അത് നമുക്ക് പ്രസന്റ് ചെയ്യണോ? അങ്ങനെയാണോ? ഷെയർ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ സ്പ്ലിറ്റ്സും പ്രാക്ടിക്കൽ സെഷന്റെ സ്പ്ലിറ്റ് ആയിട്ട്? PDF മാർക്കിന്റെ ഒരു എങ്ങനെയാണ് മാർക്ക് സ്പ്രെഡ് ചെയ്തേക്കണേ ഓരോ സബ്ജക്റ്റിനും? അങ്ങനെ തന്നിട്ടില്ല? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ല. ഇല്ല, ഞങ്ങക്ക് തന്നിട്ടില്ല. അത് വന്നിട്ടില്ല. ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആരോ? റേച്ചൽ ഒരു ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കായിട്ട് തന്നിട്ടില്ല. അത് ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്, പക്ഷെ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് സ്പ്ലിറ്റ് അപ്സ് നോക്കുക. തിയറിയുടെ സ്പ്ലിറ്റ് അപ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഡിപ്ലോമയ്ക്ക് 6 subjects ആണ്. യെസ്, 6 subjects മോഡ്യൂൾ 1. PGക്ക് 8 subjects വരും. ഈ 6 subject PGക്കും ഡിപ്ലോമയ്ക്കും സെയിം തന്നെയായിരിക്കും, കോമൺ ആണ്. പിന്നെ PGക്ക് 2 subject എക്സ്ട്രാ, മോഡ്യൂൾ 4ഉം 5ഉം 2 subject ആയിട്ടാണ്. പിന്നെ ഇത് കൂടാതെ മോഡ്യൂൾ 2 നിങ്ങൾക്ക് ഒരു സബ്ജക്ട് എക്സ്ട്രാ, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ ഇംഗ്ലീഷും കൂടെ ചേരുമ്പോൾ ഡിപ്ലോമ സ്റ്റുഡൻസിന് 7 subjects. PGക്കാർക്ക് ഈ 7 + 2 എക്സ്ട്രാ സബ്ജക്ട്സ് 9 ആകും. അപ്പൊ 900 ആണ് PGയുടെ തിയറിയുടെ മാർക്ക്. ഡിപ്ലോമയ്ക്ക് 700 ആണ്. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ ഡിപ്ലോമയ്ക്ക് 5 സെഷൻ ആണ്. PGക്ക് ആ 5 + 1 6 സെഷൻ ആണ്. അപ്പൊ ടോട്ടൽ മാർക്സ് ഡിപ്ലോമയ്ക്ക് 700 + 500 1200 ആയിരിക്കും. PGക്ക് 900 + 600 1500 ടോട്ടൽ മാർക്സ് വരുന്നത്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഓരോന്നിന്റെയും മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോ ചില കുട്ടികള് ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്ക് പറ്റിയ പ്രശ്നങ്ങളാണ്. അവരുടെ ധാരണ PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമയുടെ സബ്ജക്ട്സ് എഴുതണ്ടെന്ന്. അവർ ആ പരീക്ഷ ഒന്നും എഴുതില്ല. അപ്പൊ ശരിക്കും അവരുടെ 6 സബ്ജക്ട് അവർ എഴുതാതെ പോകും. എന്നിട്ട് ഈ 2 സബ്ജക്ട് മാത്രം എഴുതും. അങ്ങനെ ഒരു കാൽക്കുലേഷൻ പോലും അവർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അത് ക്ലാസ് കാണാത്തോണ്ടാണ്. ഇപ്പൊ നേരിട്ട് ലൈവില് പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുക, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുക. എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ദിവസവും റെക്കോർഡ് ക്ലാസ് 1 hour ഇരുന്ന് കാണാൻ പറ്റിയത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ വളരെ നന്നായിട്ട് ബ്രീഫ് ചെയ്യുന്നുണ്ട് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
അത് ചെയ്യുമ്പോൾ കയറാൻ പറ്റാത്തവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡിവിഷൻ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ പ്രാക്ടിക്കൽ സെഷന് ഡിപ്ലോമക്കാർക്ക് 5 ഡിവിഷൻസും PGക്കാർക്ക് 6. 6ാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞ സെമിനാർ ആണ്, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് പോലെ എഴുതുക എന്നുള്ളതാണ്. ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ മൊഡ്യൂൾ 4-5നെ റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്. അപ്പൊ ഈ 5 സെഷനിൽ ഒന്ന് വരുന്നത് മോണ്ടിസോറി അപ്പാരറ്റസ് ആണ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ്, പ്രാക്ടിക്കൽ ആണത്. അതിന് തിയറി എക്സാംസ് ഇല്ല. ഈ മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ സെഷനിലെ ഒന്ന് വരുന്നത്, മോണ്ടിസോറി അപ്പാരറ്റസ്. അത് എന്തൊക്കെയാണ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, അതിനെക്കുറിച്ച് അതിന്റെ പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അതാണ് നമ്മൾ 5ാമത്തെ റെക്കോർഡായിട്ട് എഴുതുന്നത്. അപ്പൊ ആ കംപ്ലീറ്റ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ റെക്കോർഡിലുള്ളത്. ആ റെക്കോർഡിന്റെ ഒരു കോപ്പി, സ്കാൻഡ് കോപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ അത് നോക്കി കോപ്പി ചെയ്താൽ മതി. എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മോഡ്യൂൾ 3ലും അത് കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ടെക്സ്റ്റിലുള്ളത് വീണ്ടും ഒരു റെക്കോർഡ് ബുക്കിലേക്ക് അധികം കോപ്പി ചെയ്തിടണ്ട. അതുകൊണ്ട് വളരെ ബ്രീഫ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ്. പിന്നെ വരുന്നത് ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ. അതിന് 100 മാർക്സ് ആണ്. ടീച്ചിങ് പ്രാക്ടീസ് ആണ്. ടീച്ചിങ് പ്രാക്ടീസിന് നമ്മൾ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ആണ് ശരിക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. അപ്പൊ പലർക്കും പല ബുദ്ധിമുട്ടുകളും കൊണ്ട് ചിലർ കോഴ്സ് കഴിഞ്ഞിട്ട് പോകും. പിന്നെ ചിലർ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവര് അപ്പൊ അവർക്ക് പിന്നെ സെപ്പറേറ്റ് ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ടി വരില്ല. പക്ഷെ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പൊക്കെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു, അപ്പൊ എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് വേണ്ടാന്ന് സ്വയം അങ്ങ് ചിലർ തീരുമാനിക്കും. ആക്ച്വലി നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് നമ്മൾ പഠിച്ച മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് മസ്റ്റ് ആണോ? മസ്റ്റ് എന്നല്ല, നമ്മള് ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് അതിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യണോ, അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെയാണോ നമ്മളാണോ സെലക്ട് ചെയ്യേണ്ട സ്കൂള് സെലക്ട് ചെയ്യണം? കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെല്ലാവരും പല ഭാഗത്തുള്ളവരല്ലേ. അപ്പൊ നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു സ്കൂള് CBSE സ്കൂൾ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് സ്കൂളിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു നിവൃത്തിയില്ല, അംഗൻവാടിയിൽ പോയി എന്തെങ്കിലും സെഷൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പെർമിഷൻ കിട്ടുവാണ്. ചിലപ്പോൾ ഈ അംഗൻവാടി ടീച്ചറുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഇതായത് തന്നെ അവര് ചിലപ്പോൾ അത് കൂടുതൽ പെർമിറ്റ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ ഞാൻ ഒരു സെഷനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരാന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ, ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും ഒരു ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ അവർ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. നമ്മള് വീഡിയോ എടുത്ത് കാണിക്കണോ മാം? അതെങ്ങനെയാണ്? ഒന്നൊന്നുമില്ല, നമ്മള് സെൽഫായിട്ട് ചെയ്താൽ മതി അല്ലേ? ചെയ്താൽ മതി. 10 to 15 ഡേയ്സ് ആണ് മിനിമം. ചിലരുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കൂടുതൽ ദിവസങ്ങൾ പോകാറുണ്ട്. മാസങ്ങൾ, 1 മാസം 2 മാസം ഒക്കെ ചെയ്തവരുണ്ട്. ചിലർ അവിടെ ചെയ്യുമ്പോഴേക്കും അവരങ്ങോട്ട് അബ്സോർബ് ചെയ്യും, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞ ജോബ് അങ്ങ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പതിവുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ശരിക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന തന്നെ നമ്മൾ പഠിച്ച മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. പാർട്ട് 3 ആണ് ശരിക്കും കോർ ടോപ്പിക് മോണ്ടിസോറി മെത്തേഡ് വരുന്നത്. അപ്പൊ അത് പഠിച്ചാലാണ് അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട് 3 പഠിക്കുന്നതിനൊപ്പം തന്നെ ടീച്ചിങ് പ്രാക്ടീസിൽ പോകുവാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽസും ഇപ്പൊ അതിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? 10 തൊട്ട് 11 വരെയല്ല നമ്മുടെ ക്ലാസ്. അപ്പൊ റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ചില സ്കൂളുകാര് പെർമിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ചെറിയ കുട്ടികളുടെ പോകുമ്പോൾ ചിലയിടത്ത് നമുക്കത് പറ്റിയെന്ന് വരില്ല. നമ്മൾ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ ചിലർക്കും പറ്റില്ല. റെക്കോർഡ് ക്ലാസ് കൂടേണ്ടി വരുമല്ലേ മാം? റെക്കോർഡ് ക്ലാസ് കാണേണ്ടി വരും. ഓക്കെ, താങ്ക് യു മാം. മാം, സ്കൂളിലുള്ള ഡേ കെയറിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാലോ അല്ലേ? ചെയ്യാം. അത് ഈ കോഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെയാണ്? 6 മാസം കഴിയുമ്പോഴാണോ? 6 മന്ത് കഴിയുമ്പോഴാണ് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ടൈം. ഇനി ആ ടൈമിന് പറ്റില്ല. കാരണം ചിലർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, പ്രഗ്നൻസി, ഡെലിവറി ആയിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ അത് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ മിക്കവാറും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം വരുമ്പോഴാണ് സാധാരണ ചെയ്യാറ്. 6 മാസം തന്നെ ട്രെയിനിങ്ങിനും പോണോ അല്ലേ? ഇതിന് പോകുമ്പോ 6 മാസം 6 മാസം കഴിഞ്ഞാണ്
ട്രെയിനിങ് എടുക്കേണ്ട ഒരു മിനിമം ഡേ എന്ന് പറയുന്നത് 10 to 15 days ആണ്. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം. 15 days ഒക്കെ മാക്സിമം. 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ PG തുടങ്ങുമ്പോൾ 2 മണിക്കൂർ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ മാം? അങ്ങനെയാണോ? അത് കണ്ടിന്യൂസ് ആയിട്ടാണോ? PG ഡിപ്ലോമയും കൂടി കണ്ടിന്യൂസ് ആയിട്ടാണോ ക്ലാസ്? ഇതുവരെയും ചെയ്യുന്നത് PGയുടെ ക്ലാസ് നമ്മള് എക്സ്ട്രാ വേറൊരു ടൈം സ്ലോട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ടില്ല, വേറെ ടൈമിലായിരിക്കും അല്ലേ? വേറെ ടൈമിലായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കില്ല. വേറൊരു ടൈം, ഒരു നല്ലൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ടൈമിലായിരിക്കും. ടൈം നിങ്ങളെ ഇൻഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് റെക്കോർഡ് പ്രാക്ടിക്കൽ സെഷന്റെ കാര്യങ്ങൾ. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവര് എന്ത് ചെയ്യുന്നൊക്കെ ഒരു വൈവയ്ക്ക് വരുമ്പോ അവർക്ക് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, മാർക്ക് കുറയുമോ എന്നൊരു സംശയം കുട്ടികൾക്ക് പൊതുവേ ഉണ്ട്. അവരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവ ടൈമിൽ തന്നെ വിർച്വലി ഒരു പ്ലാറ്റ്ഫോം ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്യും. അവരുടെ കുട്ടികളാണ് മുന്നിലിരിക്കുന്നതെന്ന് കരുതിയിട്ട് അവരോട് ക്ലാസ് എടുക്കാനായിട്ട് പറയും വൈവയുടെ ടൈമില്. വൈവയുടെ ടൈം എത്രയാണ് മാം? എന്തോരം ടൈമാണ്? 10 minutes. 10 minutes. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ്. പിന്നെ ടീച്ചിങ് മെറ്റീരിയൽസ്, നിങ്ങൾ ടീച്ചിങ് മെറ്റീരിയൽസ് കുറെ ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ടല്ലോ. അത് ഓരോരോ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് ഓരോന്ന് പറയും. ഈ ടീച്ചിങ് മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് 100 marks. അവിടെ നിങ്ങൾക്ക് ആർട്ട്, ക്രാഫ്റ്റ് അങ്ങനെ അറിയാവുന്ന എന്ത് കാര്യങ്ങളും ചെയ്യാം. പിന്നെ നമ്മള് ചെയ്യുന്ന സ്റ്റോറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ചോദിക്കട്ടെ മാം, ഇപ്പൊ ഇവിടുന്ന് പറയാനുണ്ടല്ലോ ഓരോ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ആർട്ടൊക്കെ. അപ്പൊ അത് പറയണത് കൂടാണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് കാണിക്കാമോ? അങ്ങനെ കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ആ ചെയ്യുന്നത് നമുക്ക് കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ കുറേ മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കുട്ടികൾക്ക് നറേറ്റ് ചെയ്യുന്ന സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ചുള്ള മാസ്ക് ആകുമ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. മാസ്ക് വെച്ചിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്ത ഒരു മാസ്ക് ആണിത്. കട്ടിയുള്ള കാർഡ്ബോർഡിന്റെയാണ്. പിന്നെ ആ ഒരു സ്ട്രിങ് വെച്ചിട്ട്. പിന്നെ എനിക്ക് പലപ്പോഴും ലെഫ്റ്റും റൈറ്റും വരയ്ക്കുമ്പോൾ സിമെട്രിക്കൽ ആകാറില്ല. അപ്പൊ നമ്മളിങ്ങനെ മടക്കിയിട്ട് ആ ഷേപ്പ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും സിമെട്രിക്കൽ ആയിട്ട് വരും. ഇത് അങ്ങനെ കുറച്ച് മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് ആ ക്യാരക്ടേഴ്സിനനുസരിച്ച് മാസ്കിനെ ഉണ്ടാക്കാം. ഇതെല്ലാം ഞാനിത് ട്രേസ് എടുത്തിട്ട് കട്ട് ചെയ്തത്. വരയ്ക്കാന്നുള്ളത് ഇച്ചിരി പാടാണ്. പക്ഷെ ഇതൊക്കെ ഫ്രീ ഹാൻഡ് തന്നെ ഒരു വിധം ചെയ്തതാ. കാരണം ഈ ഒരു ഷേപ്സ് കിട്ടിയാൽ മതിയല്ലോ. രണ്ട് സൈഡ് ഒരുപോലെ ആകുമ്പോ അത് കുറച്ചുകൂടെ മോഡൽ നോക്കി ചെയ്തതാണോ? അതെ അതെ അതെ. പിന്നെ ഇങ്ങനെ രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ഉണ്ടെങ്കിൽ നമുക്കൊരു ബേർഡ് പോലെ ചെയ്യാം. നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് കുറച്ചുകൂടെ കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ നേരെ നിൽക്കും. ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിനെ ചെയ്യാം. നാക്കിന് പകരം ഒരു റെഡ് ക്രേ പേപ്പർ അങ്ങനെ ആ രീതിയിൽ ഇത് ചെയ്യാം. രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബേർഡ്സിനെ ഉണ്ടാക്കാം. വൈവ ടൈമിൽ കാണിക്കാല്ലേ നമ്മൾ ചെയ്തത്? എന്തോ വൈവ ടൈമിൽ കാണിക്കാല്ലത് അല്ലേ? നിങ്ങൾ പറയുന്ന സ്റ്റോറിയിൽ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ചിലരിപ്പം ഫിംഗേഴ്സിന് അങ്ങനെ വച്ചിട്ട് അതുപോലെ ചെറിയ ചെറിയ ഇതിപ്പം ഫേസിൽ വെക്കുന്ന രീതിയിലല്ലേ, ഫിംഗേഴ്സിന് ഓരോരോ ഉണ്ടാക്കിയിട്ട് ഫിംഗറിൽ ക്യാപ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. സ്റ്റിക്കിൽ പിടിച്ചിട്ട് ചെയ്യാം. നമ്മൾക്ക് അന്നേരം തന്നെ സ്റ്റോറി ആയിരിക്കും, അന്നേരം തരുന്ന സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ സ്റ്റോറി പറയേണ്ടത് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി പറയാം. പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോണ്ടല്ലോ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി തന്നിട്ട് നിങ്ങളോട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതിനാണ് സെക്കൻഡും തേർഡും റെക്കോർഡ്. നമ്മുടെ സ്വന്തമായിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്താണ് പറയേണ്ടത് അല്ല, പറയുന്നത് നിങ്ങൾക്ക് എന്ത് സ്റ്റോറിയും ചെയ്യാം. റെക്കോർഡ് ബുക്കിൽ എഴുതാനുള്ളത് സ്വന്തമായിട്ടുള്ളതാണ്. ഇതിങ്ങനെ രണ്ട് സൈഡ് മുട്ടിച്ചിട്ട് ഇതൊക്കെ എളുപ്പമായിരിക്കുമല്ലോ വരയ്ക്കാൻ. ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഒരു പേപ്പർ എടുത്തിട്ട് അത് ഒട്ടിക്കുക. നമുക്ക് നിങ്ങളുടെ കൈ അതിനകത്തേക്ക് അല്ലെങ്കിൽ തലയോ എന്തെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിൽ ഒട്ടിക്കണം കേട്ടോ.
മിസ് ടീച്ചിങ് പ്രാക്ടീസിന് നമ്മൾ ടീച്ചിങ് പ്ലാൻ ഒക്കെ വേണോ? ലെസൺ പ്ലാൻ ഒക്കെ വേണോ? അതാ സ്കൂളുകാർ പറയൂ കേട്ടോ ലെസൺ പ്ലാൻ വേണമെന്ന്. നമുക്ക് ശരിക്കും ലെസൺ പ്ലാൻ അല്ല, ടീച്ചിങ് മാനുവൽ ആണ് നമുക്ക് മോണ്ടിസോറി മെത്തേഡ് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടല്ല കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. ചെല്ലുമ്പോൾ കുട്ടികൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ചാണ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ, ഈ ദിവസം ഇത് പഠിപ്പിക്കണം ഇത് പഠിപ്പിക്കണം. നമ്മൾ ചെല്ലുന്ന ദിവസം നമ്മൾ ആക്ഷൻ സോങ് ചെയ്യാനായിട്ട് വിചാരിച്ച് ചെല്ലുവാണ്. പക്ഷെ കുട്ടികൾ പറയുകയാണ് കഥ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥ പറഞ്ഞേ പറ്റും. കഥയിലൂടെ പിന്നെ വേണം അവർക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ. അപ്പോൾ ടീച്ചിങ് മാനുവൽ ഇതാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് കൊടുത്തത്, അതിന്റെ റിസൾട്ട് എന്താണ്, പിന്നെ ഒരു അനാലിസിസ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. കുട്ടികൾ ആ ആക്ടിവിറ്റി ചെയ്തപ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അത് റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു, നാളെയും ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ കുട്ടികളുടെ കുറെ റെസ്പോൺസ് കിട്ടില്ലേ. ആ റെസ്പോൺസ് അവർ വളരെ പെട്ടെന്ന് തന്നെ അത് പഠിച്ചു, അങ്ങനെയുള്ള റെസ്പോൺസ് ആണ് നമ്മൾ അനാലിസിസിൽ എഴുതേണ്ടത്. അപ്പൊ ഒബ്സർവേഷൻ ആണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ്. അതുകൊണ്ട് ടീച്ചിങ് മാനുവൽ ആണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. പക്ഷെ നമ്മൾ ചെല്ലുന്ന സ്കൂളുകാര് ലെസൺ പ്ലാൻ വേണം, കാരണം അവർ ട്രഡീഷണൽ വേയിലായിരിക്കുമല്ലോ ക്ലാസ്സസ് എടുക്കുന്നത്. സാധാരണ കൺവെൻഷണൽ മെത്തേഡിലുള്ള ടീച്ചിങ് ആയിരിക്കും അവിടെ നടത്തുന്നത്. അപ്പൊ അവിടെ അവർ പറയുന്ന പോലെ നമ്മൾ ലെസൺ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ റെഫർ ചെയ്യാമല്ലോ മാം, ബുക്സ് റെഫർ ചെയ്ത് സ്റ്റോറി ടെല്ലിംഗ് ഉള്ള ബുക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം റെഫർ ചെയ്തിട്ട് നമുക്ക്, എനിക്ക് അതിനുള്ള ഭാവനയൊന്നും അധികം ഇല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ടൊരു ഇതില്ലാത്തവർക്ക് നമുക്കതൊന്ന് റെഫർ ചെയ്യാമല്ലോ മാം. ആര് പറഞ്ഞു സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്? നിങ്ങൾ ഇരുന്ന് നോക്കൂ, വരും. ഇതേ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞങ്ങളുടെ മാം സമ്മതിച്ചില്ല, ഞങ്ങൾ തന്നെ എഴുതണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഇത്തിരി പ്രശ്നമാണ്, അതാണ് ചോദിക്കണത്. മലയാളം ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി എഴുതാം. ഇംഗ്ലീഷ് ഇത്തിരി പ്രശ്നം, അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചെല്ലുന്നത് KG സെഷനിൽ കുട്ടികളെ പഠിപ്പിക്കാനാണ്. ആ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 years കഴിഞ്ഞ് 6 years വരെയുള്ള ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ എല്ലാ ഡെവലപ്മെന്റിന്റെയും ഫൗണ്ടേഷൻ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാംഗ്വേജ് ആണെങ്കിലും കോഗ്നിറ്റീവ് ബുദ്ധിപരമായിട്ടാണെങ്കിലും മാനസിക വളർച്ച എല്ലാം തുടങ്ങുന്ന സമയം അതാണ്. നമ്മൾ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ലാംഗ്വേജ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റും. സോ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ആ ഇംഗ്ലീഷ് ക്ലാസ് നല്ലപോലെ യൂസ് ചെയ്യാം. മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഈവൻ അതൊരു ചാറ്റ് മെസ്സേജ് ആണെങ്കിലും തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് മതിയല്ലോ, ഭയങ്കര വൊക്കാബുലറി ഒന്നും വേണ്ട. ചെറിയ കുട്ടികളോട് ഭയങ്കര ഗ്രാമറും വൊക്കാബുലറിയും പറയേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലേ അവരോട് യൂസ് ചെയ്യേണ്ടത്. അവരുടെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത്, അപ്പൊ നമ്മൾ അത് ഈ സ്റ്റോറിയും റൈമും എഴുതി വരുമ്പോഴേക്കും നമ്മൾക്ക് സിമ്പിൾ ഇംഗ്ലീഷ് എഴുതിയാൽ മതിയല്ലോ സ്റ്റോറിയും റൈമും. അപ്പൊ സ്റ്റോറിയൊക്കെ എപ്പോഴും പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാലം അല്ലെ, ഒരിടത്തൊരിടത്ത് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി മിക്കതും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കാറില്ലല്ലോ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ കഥകളായിട്ട് വരുന്നത്. സിമ്പിൾ ഇംഗ്ലീഷിൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ അതിനെ എഴുതാനിരിക്കുവാണെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇച്ചിരി ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇരിക്കുമ്പോഴേക്കും, നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ട് ടെൻഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് സമാധാനമായിട്ട് പീസ് കാമായിട്ടിരിക്കുവാണെങ്കിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശരിക്കും ഒരു റെക്ടാങ്കിൾ പീസിൽ കട്ട് ചെയ്തിട്ട് വൺ സൈഡ് ഞാനിങ്ങനെ ഒട്ടിച്ചു, ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു. ഇത് മോൾ ഭാഗം നമ്മളൊന്ന് ഒരു സെമി സർക്കുലർ ഒരു ഹെഡിന്റെ ഭാഗം പോലെ ഫീൽ ചെയ്യാനായിട്ട് കട്ട് ചെയ്തു. ഇവിടെ ചെവി പോലെ 2 സർക്കിൾ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീ ഹാൻഡ്. അന്നത്തെ ഒരു അതിന്റെ പേര് ആംഗ്രി ബേർഡ്സിന്റെ ഒരു ടൈമായിരുന്നു ഞങ്ങളുടെ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതുപോലെ കട്ടിയുള്ള ചാർട്ട് പേപ്പറിൽ സെയിം തന്നെ ഇങ്ങനെ ചെയ്തതാണ്. ഇതൊക്കെ ആ ഒരു ടിപ്പ് മാത്രമേ പേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നാക്കാണെങ്കിലും ഇതൊക്കെ കുട്ടികളെയും കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറില് ഇത് ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പർ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയായിരിക്കും മറ്റ് ചാർട്ട് പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ. നമുക്ക് നല്ലൊരു സെക്യൂർ ആയിട്ട് അതിരിക്കും. അപ്പൊ യെല്ലോ ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷനിലാണ് ഇത് ചെയ്തത്. കൊറേയൊക്കെ പോയി അല്ലേ. നമുക്ക് ഈ പ്ലാസ്റ്റിക് സ്പൂൺ കിട്ടില്ലേ, പ്ലാസ്റ്റിക് സ്പൂൺ ഇതുപോലെ
ഏതെങ്കിലും ഒരു ചാർട്ട് പേപ്പറോ കാർഡ് ബോർഡിന്റെ ഇതിനോ ഒട്ടിച്ചിട്ട്, അതായത് ഇത് 2 ലെയറാണ് ഒട്ടിയിരിക്കുക. ഇങ്ങോട്ടും ഒരു ലെയർ വരുന്നുണ്ട്, ബാക്കിലേക്കും ഉണ്ട്. അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതായത് സ്പൂൺ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റണം. നടുക്കൊരു കട്ടിങ് ചെയ്തിട്ട് സ്പൂൺ വെച്ച് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിനൊരു ഉടുപ്പ് പോലെ. അതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി. അങ്ങനെ എന്ത് നിങ്ങൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ത് ചെയ്യാൻ പറ്റൂ അതെല്ലാം ചെയ്യാം. പിന്നെ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം, അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ബർത്ത്ഡേ കാർഡുകൾ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. പിന്നെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് വാങ്ങിക്കാനോ ഉണ്ടാക്കാനോ പറ്റില്ല. അതുപോലെ തന്നെ കാരണം ഭയങ്കര കോസ്റ്റ്ലി ആണ്. മറിയ മോണ്ടിസോറി എല്ലാം നാച്ചുറൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറ്റുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. അതാണ് വഴിവെക്ക് ചോദിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ? ഞങ്ങൾ ചെയ്തു. ഓക്കെ. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്, ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. പിന്നെ അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും ചെയ്യുക. ഏതോ ഒരു കുട്ടി മലയാളവും ചെയ്തിരുന്നു കേട്ടോ. ടഫ് അല്ലേ? കാരണം പഠിപ്പിക്കാൻ പോയ സ്കൂളിൽ മലയാളം പഠിപ്പിക്കണം. അപ്പൊ മലയാളവും ചെയ്തു, ഭയങ്കര റിസൾട്ട് ആയിരുന്നു എന്ന് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഹിന്ദി വേണമെങ്കിൽ ചെയ്യാം. ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർമാരാണെങ്കിൽ ഹിന്ദി യൂസ് ചെയ്യാം. ഹിന്ദി ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്, അതും ഞാൻ കാണിച്ചു തന്നിരുന്നു. നമുക്ക് കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഇതുപോലെ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് കുറച്ച് വലുതായിട്ട് എഴുതണം കേട്ടോ. കാരണം ബ്ലാക്ക് മാർക്കർ പെൻ വെച്ച് ഇച്ചിരി വലുതായിട്ട് എഴുതണം, ചെറുതായിട്ട് എഴുതരുത്. ഇതൊക്കെ സൈസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വേർഡ് റീഡിംഗ് കാർഡായിട്ട് എഴുതാം. ചിലർ എന്നോട് ചോദിച്ചു, ബാക്കില് വരച്ച എഴുതിയേക്കണല്ലേ പെൻ മാർക്കർ അല്ലേ? മാർക്കറാണ്. എഴുതണോ? ഏതൊടങ്ങി സെറ്റ് വരെ ഉള്ളത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വേണമെന്നില്ല. ആ ചെറിയ പ്രായത്തിൽ ഇവർക്ക് അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 5 നമ്പേഴ്സ് എങ്കിലും മിനിമം ചെയ്ത് വെക്കുക. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ അത് കൂടുതൽ വേണം. പക്ഷെ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ്, കാരണം കുറേ വർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറയുമ്പോൾ പാടല്ലേ. കാരണം സമയം കിട്ടുമ്പോഴേക്കും ഇതൊക്കെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് പീസസ് ഇല്ലേ, അത് ബാക്കിൽ ഒട്ടിച്ചു. വേണമെങ്കിൽ അത് കവർ ചെയ്യായിരുന്നു ചാർട്ട് പേപ്പർ കൊണ്ട് തന്നെ. അപ്പോ ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, ഇതിന്റെ തന്നെ പിക്ചർ ബാക്കിൽ ഒട്ടിച്ചോട്ടെ? ഒട്ടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മോണ്ടിസോറി ഡിസൈൻ ചെയ്തിട്ടുള്ള വേർഡ് റീഡിംഗ് കാർഡ്സ് ആണ്. പിന്നെ ചില കുട്ടികൾ ചോദിച്ചു, ബാക്ക് സൈഡ് വെറുതെ കിടക്കല്ലേ, അതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും കൂടെ വേർഡ് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ചെറിയ കുട്ടികളാണ്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ 2 വേർഡ് എഴുതി വെച്ചു, നമുക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. നമ്മൾ എപ്പോഴും അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടല്ല ഓരോ മെറ്റീരിയൽസ് എടുക്കേണ്ടതും കുട്ടികളെ പഠിപ്പിക്കേണ്ടതും. കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ചെയ്യണം. നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവരൊരു ഇത് തന്നെ എടുക്കുന്നു, ബാക്കിലും വേറൊരു പേര് കാണുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആകും. പിന്നെയുള്ളത് നമുക്ക് പിക്ചർ റീഡിംഗ് കാർഡ്സ് ആണ്. ചെറുതായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് വലുതാക്കാം. ഇത് ഞാൻ സ്ക്വയർ പീസ്, എൻ്റെ ഒരു പാം സൈസിൽ വരുന്ന സ്ക്വയർ പീസ് ആണ്. കുറച്ചുകൂടെ വലുതാക്കിയാൽ നന്നായിരിക്കും, കാരണം ഇത് എഴുതിയപ്പോൾ ചെറുത് ആയിട്ട് പോകും. എന്ത് അതല്ല, പിക്ചർ റീഡിംഗ് കാർഡ്സ്. പിക്ചറും വേണം, അതിന്റെ നെയിമും വേണം. അത് ബേർഡ് തന്നെ വേണമെന്നില്ല, അനിമൽസ് ആവാം, ട്രീസ് ആവാം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എന്ത് തന്നെ ആവാം. കുട്ടികൾ അവര് കാണുന്ന ഫെമിലർ ആയിട്ടുള്ള എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. പിന്നെയുള്ളത് കളർ കാർഡാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പില് വരച്ചിട്ട് അത് കളർ ചെയ്യാം. ചില കുട്ടികൾ കളർ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചിരുന്നു, അങ്ങനെയും ആവാം. അവർ കാണുന്ന കുറെ ബേസിക് കളേഴ്സ് ഉണ്ടല്ലോ, അത് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കളറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ് ചെയ്ത് വരരുത്. കളർ ആയിരിക്കണം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണേണ്ടത്, കളർ ആയിരിക്കണം. അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. വൈറ്റ് ആണെങ്കിൽ നോ പ്രോബ്ലം.
ഞാനിവിടെ ലൈറ്റ് ബ്ലൂവും പിങ്കും ലൈറ്റ് ഗ്രീനുമാണ് സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ സമാധാനമായിട്ടിരുന്ന് കുറേശ്ശെ ചെയ്യുക. എല്ലാം കൂടെ ലാസ്റ്റ് മൊമെന്റിൽ വെക്കുമ്പോൾ നല്ല കഷ്ടപ്പാടാണ്, നമുക്ക് കഷ്ടപ്പാടായിരിക്കും. ആ സമയമാകുമ്പോ ആകെ ടെൻഷൻ. പറയുമ്പോ മറന്നു പോകും മിസ്. അപ്പൊ നമ്മള് സംശയം ചോദിച്ചോണ്ട് കുഴപ്പമില്ല, ഇടയ്ക്ക് ചോദിക്കാമല്ലോ മാമിനോട്. പ്രോബ്ലം ചോദിക്കാം. ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിലൊന്ന് കാണിച്ചാൽ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പറ്റിയ ഒന്ന് ലിസ്റ്റ് ആക്കിയിട്ടേക്കാം. ഇത്രയാണ് പ്രാക്ടിക്കൽ സെഷനിൽ വരുന്നത്. പിന്നെ വരുന്നത് അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്നൊരു സെഷൻ ഉണ്ട് 100 മാർക്കിന്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരുടെ കാര്യം, പോയവരുടെ കാര്യം മാർക്കിടുന്നുണ്ടല്ലോ. ടീച്ചിങ് പ്രാക്ടീസ് പറഞ്ഞാൽ 100 മാർക്സ് കൊടുത്തതിൽ 50 മാർക്സ് ആണ് ടീച്ചിങ് പ്രാക്ടീസിന് പോയതും, ബാക്കി 50 നിങ്ങളുടെ വൈവയിലെ ഓവറോൾ പെർഫോമൻസ്. ഓക്കെ, പിന്നെ റെക്കോർഡ്സ് ഉണ്ട്. 5 റെക്കോർഡിന് 100 മാർക്സ് ആണ്. 20 മാർക്സ് വെച്ചിട്ട് 100 മാർക്സ് വരും. പിന്നെയുള്ളത് അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സർവേ ചെയ്യണം, അതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അസൈൻമെന്റ് 50 മാർക്സ് ആണെങ്കിൽ സർവേ 50 മാർക്സ്, ആ ഒരു രീതിയിലാണ്. ഇനി മാം, റെക്കോർഡ് നോർത്ത് പറവൂര് കൊടുന്ന് കാണിക്കേണ്ടി വരുമോ? ഞങ്ങൾ അങ്ങനെ ആ ഒരു കാര്യത്തിലൊന്നും നമ്മൾ നിർബന്ധം പറഞ്ഞില്ല. പക്ഷെ കുട്ടികളായിരുന്നു പറഞ്ഞത്. അവര് പറഞ്ഞു ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ, ഞങ്ങൾക്ക് അതിനൊരു സീല് വേണം, സൈഡ് വേണം, അത് കിട്ടിയാൽ അതിനൊരു വാല്യൂ ആയെന്ന് പറഞ്ഞ് അവര് ചെയ്യാറുണ്ട്. നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ നേരിട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ട്. നേരിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ റെഡിയാക്കാറുണ്ട് എല്ലാ ബാച്ചിനും. ഇപ്പൊ 6ാമത്തെയും 7ാമത്തെയും ബാച്ച് നെക്സ്റ്റ് സാറ്റർഡേ വരുന്നുണ്ട്. അപ്പോ അത് ഫസ്റ്റ് ബാച്ചുകാരുടെ ഒരു സജഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് തുടങ്ങിയിട്ട് നമ്മൾ അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് കൂടാതെ ഓൺലൈൻ ആയിട്ടും നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ കാണിക്കണം. നമ്മൾ കമ്പൽസറി ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും, നിങ്ങൾ നിർബന്ധമായും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണമെന്നൊന്നും. അപ്പൊ ഓരോരുത്തരുടെയും ഡൗട്ട് ഇതാ, നിർബന്ധമായിട്ട് വരണം. ഇനി ആ ഒരു പ്രാക്ടിക്കൽ സെഷന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡും അസൈൻമെന്റും എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് സൈനും സീലും വാങ്ങിച്ചു കൊണ്ടുപോകാം. ഈ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാക്കിയത് കയ്യിൽ ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട, കാരണം അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മോക്ക് ടെസ്റ്റ് 6 months ആകുമ്പോ എക്സാം ഉണ്ടോ, അല്ലെങ്കിൽ 1 year ആകുമ്പോ എക്സാം ഉള്ളൂ മാം? നിങ്ങളുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം മോഡ്യൂൾ 1 കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ ഇപ്പൊ കിട്ടുമല്ലോ. ഞാൻ കൊടുത്തിട്ടുണ്ട്, 3 ലെസൺസിലെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 1, യൂണിറ്റ് 2 മറ്റുള്ള ടീച്ചർമാർ തന്നിട്ടുണ്ടോ എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ എടുക്കാൻ പോകുന്ന യൂണിറ്റ് 6ഉം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലാസ് കഴിയുമ്പോൾ അറ്റൻഡ് ചെയ്താൽ മതി. മറ്റേത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പിന്നെ മോഡ്യൂൾ 1 പാർട്ട് 1 and 2 കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടേം എക്സാം ഉണ്ടാകും. 100 മാർക്സിന്റെ 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ പാർട്ട് 1 and 2 40 ക്വസ്റ്റ്യനും ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യനും, അങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ 100 ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്, നോ നെഗറ്റീവ് മാർക്കിംഗ്, അങ്ങനെ 100 മാർക്സ്. പിന്നെ 3ഉം 4ഉം കഴിയുമ്പോൾ അഗെയിൻ ടേം 2 എക്സാം, ഇതുപോലെ തന്നെ 50 മാർക്ക്, 40 മാർക്ക് ഫ്രം മോണ്ടിസോറി പാർട്ടും 10 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ മോഡ്യൂൾ 1 കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ തീർക്കും. എന്നിട്ട് പ്രാക്ടിക്കൽ സെഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നുള്ള ഒരു സെഷനും വയ്ക്കും. അതിനു മുൻപേ ഓൺലൈനിലൂടെ ആ സെഷനും ഉണ്ടായിരിക്കും. നേരിട്ട് വന്നാൽ മെറ്റീരിയൽസ് കയ്യിലെടുത്ത് പിടിച്ച് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. അത് ആ ഒരു ക്ലാരിറ്റി അത് വേറെ തന്നെയാണ്. അതൊക്കെ പ്ലാൻ ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കൂട്ടുകാരുണ്ട്, ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നോണ്ട് കുഴപ്പമുണ്ട്, ജസ്റ്റ് വരെയാണ് ഒന്നുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് മാമിന്റെ ഒക്കെ ഒന്ന് കാണാൻ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവില്ല, ഞാൻ വീട്ടിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. എന്റെ വീട് നന്ദിയാട്ടുകുന്നാണ്. അവിടെ വരണമെങ്കിൽ അവിടെ വരാം. പിന്നെ ബാക്കി എല്ലാ ടീച്ചർമാരും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണും. പിന്നെ പാലിയത്താണ്, നമ്മുടെ ഓഫീസ് പറവൂരാണ്. എനിക്കറിയാം മാം, എന്റെ തൊട്ടടുത്താണല്ലോ ഓഫീസ്. നമ്മുടെ ചേന്നമംഗലം ജംഗ്ഷനിലാണ്, പറവൂര് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ വയ്ക്കുന്നത് ഓഫീസിലാണ്, ചേന്നമംഗലം ജംഗ്ഷനില്, പറവൂർ ടൗണിൽ തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലും അവിടെ മറ്റുള്ള ടീച്ചർമാരുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് 4 വഴിയിലല്ലേ മാം? 4 വഴി പറവൂർ പാലിയത്താണോ അതോ കുറച്ചും കൂടി അടുത്താണ് എന്റെ? ഓക്കെ, പാലിയത്ത് ഭരണിമുക്കിലാണോ? ഭരണിമുക്കല്ല, പാലിയം ആ അമ്പലത്തിന്റെ അടുത്താണോ? സ്കൂളിന്റെ അടുത്താണ്. ഒരു ഫിസിയോതെറാപ്പി സെന്റർ ഇല്ലേ, അതിനടുത്താണ്. മാം മനസ്സിലായി.
അത് ഓക്കെ. പിന്നെ അപ്പോൾ ഇത്രയുമാണ് പ്രാക്ടിക്കൽ സെഷൻ. പ്രാക്ടിക്കൽ സെഷന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അസൈൻമെന്റ്സ്, റിപ്പോർട്ട്സ്. അസൈൻമെന്റും ആ സർവേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ അത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം അതിന്റെ എന്തോ സർവേ എന്ന് പറയുമ്പോൾ സർവേ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യനെയർ ഉണ്ടാവും നിങ്ങളുടെ കയ്യില്. പിന്നെന്താ, നമ്മളുടെ വീടുകളിലൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആശാ വർക്കറും ഒക്കെ സർവേക്ക് വരാറില്ലേ? അവരെന്താ ചെയ്യുന്നത്? സാധാരണ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും അല്ലെ? നിങ്ങൾക്ക് അത് ഇന്റർവ്യൂ മോഡൽ പോലെ ചെയ്യാം. അത് ഞാൻ ഇവിടെ നിന്നൊരു സർവേ പ്രൊവൈഡ് ചെയ്യുന്നത് കുറെ ക്വസ്റ്റ്യനെയർ ആണ്. കുറെ ഒരു 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് സെലക്ട് ചെയ്യാം. ഓൾറെഡി ഒരു ഹെൽത്തിനെ കുറിച്ച് ചെയ്യാൻ പറ്റണ്ട 10 പേരോട് ചോദിച്ചിട്ട് അതങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അത് സർവേട്ടോ? അതുപോലെ തന്നെ. പക്ഷെ ഈ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലും സ്കൂളുകളിലുമുള്ള ചൈൽഡ് കെയർ സയന്റിഫിക് ആണ്. അതാണ് ടോപ്പിക്. അത് എക്കാലവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അത് മിനിമം 5 പാരന്റ്സിനെയാണ് കാണുന്നത്. മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്യാം. 30-50 പാരന്റ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്ത ട്രെയിനീസ് ഉണ്ട്. അപ്പൊ അത് അപ് ടു യു. സർവേ എത്രയും കൂടുതൽ പാരന്റ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു അത്രയും നല്ലൊരു അനാലിസിസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട്സ് ഉണ്ടോ? ചെയ്യുന്ന എന്തായാലും വരും. നിങ്ങൾക്ക് മിനിമം കാർഡ്സ് ഒക്കെ 5 ആയാലും മതി. പക്ഷെ നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം ഒരു 20-25 കുട്ടികൾക്ക് നമ്മൾ 5 കാർഡുമായിട്ട് പോകുമ്പോൾ കുറച്ച് കുട്ടികൾക്കേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ബാക്കിയുള്ളവർ അത് അവരെ ഒരു ഫീല് വരുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ അവരെ ആക്ടിവിറ്റി ചെയ്യിക്കേണ്ടത്. മാം, നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് വല്ലതും കിട്ടോ? ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞതാണെന്നുള്ള ഒരു ഇതിന്. സാധാരണ സ്കൂളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ്. ചിലർക്കൊക്കെ ആ സ്കൂൾ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോലെ ഇത്ര ദിവസം ഇവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരാറുണ്ട്. ചില സ്കൂളുകാർ അത് പ്രൊവൈഡ് ചെയ്തു, ചില സ്കൂളുകാർ അത് പ്രൊവൈഡ് ചെയ്തില്ല. പക്ഷെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഗ്രേഡിംഗ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു മോഡല്. അപ്പൊ അത് അവിടെയുള്ള ടീച്ചറെ കൊണ്ട് അവർ മാർക്ക് ഇടും നമ്മളുടെ ഓരോ ഏരിയ. ലൈക്ക് എന്താ പറയാ, നമ്മള് പഠിക്കുന്ന രീതി, അങ്ങനെ നമ്മുടെ അപ്രോച്ച്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഒരു ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിൽ അവര് അത് ചെയ്ത് അവര് സർട്ടിഫൈ ചെയ്ത് തരും. ഓക്കെ ഫ്രണ്ട്സ്, സോ ഇതായിരുന്നു. അപ്പൊ കാർഡ്സ് എല്ലാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അറ്റ് ദ ടൈം ഓഫ് 5 അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 5 എങ്കിലും കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ടീച്ചിങ് പ്രാക്ടീസിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ വാല്യൂ ചെയ്യാനായിട്ട് അങ്ങനെ ഉണ്ടോ? സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് പലരും പല ഏരിയയിലല്ലേ, നമുക്ക് ഇവിടുന്ന് എല്ലായിടത്തേക്കും എത്താൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞാൽ ഒരു റീജിയനിലെ തന്നെയുള്ള ട്രെയിനീസ് അല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ട്രെയിനർക്ക് എല്ലായിടത്തേക്കും പോകാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പോ നമ്മളിവിടെ പറവൂരാണെങ്കിൽ കുറെ പേര് ട്രിവാൻഡ്രം, കോഴിക്കോട് അവിടെയൊക്കെ ഒന്ന് വാല്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. എന്റെ അടുത്തൊരു സ്കൂളുണ്ട്, അത് LP സ്കൂളാണ്. ഗവൺമെന്റ് മാനേജ്മെന്റ് ഇതാണ്. അതിൽ ചെയ്യാലോ മാം? ചെയ്യാം. അതൊക്കെ ആ സമയം ആകുമ്പോഴേക്കും ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെല്ലാം പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ക്രാഫ്റ്റ് വർക്കുകൾ അറിയാമോ അതെല്ലാം ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു മാം. 24 പേജിലെ മെന്റൽ ഹെൽത്ത് ആണ് ഇന്ന് എടുക്കേണ്ടത് അടുത്ത ടോപ്പിക്ക്. മാം, അശ്വതി മാം പറഞ്ഞൊരു വർക്കാണത്. പോയോ? കണ്ടില്ലല്ലോ.
യെസ്, നമ്പർ വീൽ. അതുപോലെ പിക്ചർ വീൽ ചെയ്തോ? പിക്ചർ വീലും ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. മിസ് ചാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്റെ ചാട്ടാ? ഹാൻഡ് വാഷ് ടെക്നിക്. ഓക്കെ ഓക്കെ. ഇപ്പൊ മാമിനെ കാണിക്കണമെന്നുണ്ടോ? അത് കയ്യിൽ വെച്ചാൽ മതിയോ? പിന്നീടത്തേക്കാണോ? ഞാൻ ക്ലാസ്സിൽ കാണിക്കാൻ പറയുന്നത് ഇപ്പൊ ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നവർക്കൊരു ഹെൽപ്ഫുൾ ആകുന്നത് കൊണ്ട് കാണിക്കാൻ പറഞ്ഞാൽ ഓക്കെ. എല്ലാവർക്കും ഒന്ന് കാണാലോ, ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഈ ഒരു പേജ് ആണോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഞാനത് കറക്റ്റ് ചെയ്തു. ഇനി മെന്റൽ ഹെൽത്ത് ആണ് മാം എടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് അവിടെ കാണാം. മെന്റൽ ഹെൽത്ത്, അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാവോ? അവിടെ അറിയില്ല. ഓക്കെ ഓക്കെ. ഫസ്റ്റ് പാരഗ്രാഫിലെ 4th ലൈൻ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്നും കൂടി ചേർക്കുക. ആൻഡ് മൈൻഡ് റീഡ് ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞേ മാം. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി വരെയുള്ളൂ, ആൻഡ് മൈൻഡും കൂടി ചേർക്കുക. Mental health. A healthy individual is not only physically healthy, but it is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It included a sound, efficient mind, and controlled feelings. Health is a state of being sound or whole in body and mind. It means that both body and mind integrated psychosomatic units whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. From this, one can conclude that mental health has two important phases. It is both individual and social. The individual has to be internally adjusted. He is self-confident, sufficient, and free from internal conflicts and tensions or errors. He is skillful enough to be able to adapt to new situations. But he achieves this internal adjustment is a social setup. It is within this social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of his society. Other definitions of mental health refer to such abilities as of making decisions, of assuming responsibilities in accordance with one's quantity, of finding satisfaction, success, and happiness in achievement of everyday tasks, of living effectively with others, and showing society considerable behavior. Thank you, ma'am. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി ഹെൽത്ത് മാത്രമല്ല, മെന്റലി ഹെൽത്തി കൂടിയാണ്. ആ ഒരു രീതിയിൽ, അതായത് ശാരീരവും മനസ്സും ഒരുപോലെ ഹെൽത്തി ആയിരുന്നാൽ മാത്രമാണ്
ഒരു പേഴ്സൺ ഫുള്ളി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ അതൊരു ഹെൽത്തിന്റെ ഒരു മോഡേൺ കൺസെപ്റ്റ് തന്നെ അതാണ്. ഇപ്പൊ മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള പ്രോഗ്രാംസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മാനസിക ആരോഗ്യ സാക്ഷരതയുടെ ഇമ്പോർട്ടൻസ്, മെന്റൽ ഹെൽത്ത് ലിറ്ററസി അതാണ് പ്രധാനം എന്നാണ് പറയുന്നത്. ആളുകൾ എത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ശരിയായ രീതിയിലല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അവർക്ക് ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് പറ്റില്ല. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. പിന്നെ അത് മാത്രമല്ല അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ പല പല വ്യത്യാസങ്ങൾ കാണാനായിട്ട് പറ്റും. അവർ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ അവർക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ അവരുടെ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് അത് ശരിയായ രീതിയിൽ തന്നെ ബാലൻസ് ചെയ്ത് പോകണം. അപ്പൊ ബോഡി മൈൻഡ് നമുക്കറിയാം പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ്, ടെൻഷൻസ്, കൺഫ്യൂഷൻസ് എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനെ വരുന്ന പല നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആയിരിക്കാം. സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് ഇന്റഗ്രേറ്റഡ്, അതായത് ഡിസ്റ്റർബൻസ് ഓഫ് ചില ഇന്റേണൽ കോൺഫ്ലിക്ട്, സ്ട്രെസ്, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില ന്യൂറോൺസിന്റെ ചില വ്യത്യാസങ്ങള്, ചില സെൽസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര തലവേദനയും അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഭയങ്കര ഒരു ഇന്റേണലി നമ്മുടെ ഉള്ളിൽ ചില കോൺഫ്ലിക്ട്സും സ്ട്രെയിനും ടെൻഷൻസും ഒക്കെ ഉണ്ടായാൽ തന്നെയും അത് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബോഡി മൈൻഡ് എന്നുള്ളത് രണ്ടല്ല ഒന്നാണ്. നമ്മളുടെ മനസ്സിന്റെ ചില പ്രശ്നങ്ങൾ നമ്മളുടെ ബോഡിയിലൂടെ റിഫ്ലക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര തലവേദന, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസ് മോഷൻ, അങ്ങനത്തെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ബോഡിയും മൈൻഡും ഒന്ന് തന്നെയാണ്, അല്ലാതെ അത് സെപ്പറേറ്റ് രണ്ട് പാർട്ടല്ല. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷൻസ് വരുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ പെയിൻ ആയിരിക്കും, അങ്ങനെ പല രീതിയിലും. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. നമ്മൾ ഹെൽത്തിന്റെ കേസ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മുടെ മാത്രം ഹെൽത്ത് അതല്ല, നമ്മളുടെ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മളുടെ ചുറ്റുമുള്ളത്, നമ്മുടെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീട്ടില്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ, അതുപോലെ നമ്മളൊരു കമ്മ്യൂണിറ്റി സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ സൊസൈറ്റിയുടെ, അങ്ങനെ ഹെൽത്ത് എന്ന് പറഞ്ഞാലും മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാലും രണ്ട് ഇമ്പോർട്ടന്റ് ഫേസസ് ആണ്. ഒന്ന് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. പലപ്പോഴും ഈ ഇൻഡിവിജ്വലിന് ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും പല കാര്യങ്ങൾക്കും ഇന്റേണലി അഡ്ജസ്റ്റഡ് ആകാം. ഒരു സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും, സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കും. ഇതുപോലെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, നമുക്ക് പല ആശയക്കുഴപ്പങ്ങള്, ചിന്താക്കുഴപ്പങ്ങള്, ടെൻഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആകാനായിട്ട് പറ്റണം, നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ആ രീതിയിലാവുമ്പോഴാണ് ആ ഇന്റേണലി അഡ്ജസ്റ്റ്മെന്റ് അത് കറക്റ്റ് ആവുക. ആ ഒരു സ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം. പുതിയ വരുന്ന സിറ്റുവേഷനുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ആകാൻ, പൊരുത്തപ്പെട്ടു പോകാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റണം. അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഈ ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ നമുക്കൊരു സോഷ്യൽ സെറ്റപ്പിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നു, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു, അതുപോലെ സൊസൈറ്റിയിലും നമുക്ക് പറ്റും. അതാണ് ഇൻഡിവിജ്വൽ മാത്രമല്ല സോഷ്യലും ആണെന്ന് പറയുന്നത്. ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഒരു സൊസൈറ്റി നമുക്ക് ഒറ്റയ്ക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് പറ്റിയെന്ന് വരില്ല അല്ലെ. നമ്മൾക്ക് പാല് വാങ്ങേണ്ടത് വരും, അതിന് നമുക്കൊരു പാൽക്കാരൻ അല്ലെങ്കിൽ ആ പാല് വിൽക്കുന്ന സ്ഥലം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. വെജിറ്റബിൾസ് നമുക്ക് പോയി വാങ്ങേണ്ടതായിട്ട് വരും. കുറച്ചൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ വാങ്ങേണ്ടതായിട്ട് വരും. അല്ലാതെയുള്ള പ്രൊവിഷൻസ് നമുക്കത് പുറത്ത് തന്നെ ഒരാളായിട്ട് കണക്ട് ചെയ്ത് വാങ്ങേണ്ടി വരും. നമ്മുടെ ഡ്രസ്സ് എല്ലാം ഒന്നും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റും അതോടൊപ്പം തന്നെ സോഷ്യൽ സെറ്റപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതുമായിട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട് കടയിൽ പോകുമ്പോഴേക്കും അവർ പറയും ഇതില്ല, അതിന് പകരം വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, സെയിം കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഓക്കെ എന്നാൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ആ രീതിയിൽ പറയും. അതുപോലെ തന്നെയാണ് എല്ലാം. നമ്മുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ, കോൺഫ്ലിക്ട്, ടെൻഷൻസ് വന്നാലും നമ്മൾക്ക്
അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ആ ഒരു ഇതായിട്ട് അഡ്ജസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ അഡാപ്റ്റ് ചെയ്ത് പോവാൻ, പൊരുത്തപ്പെട്ട് പോവാനായിട്ട് നമുക്ക് പറ്റും. അതിന് നമ്മൾ ഏബിൾ ആകുന്നു, നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ല ലെവലിലാന്ന് തന്നെ പറയാൻ പറ്റും. അതേസമയം നമ്മൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഒരു സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ചില കുട്ടികളെ കാണാറില്ലേ, അവരുടെ കാര്യം എത്ര പറഞ്ഞാലും, അവർ കുട്ടികൾ വലിയ ആൾക്കാരാണെങ്കിലും അവർക്ക് ആ ഒരു സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഈവൻ നമ്മളുടെ വീട്ടിലുള്ള ഒരു ഫാമിലി മെമ്പർ ഇതുപോലെ ഒട്ടും പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ അപ്പൊ നമ്മളങ്ങ് ഭയങ്കര സ്ട്രെസ്സിലായി പോകും, നമ്മൾ ഭയങ്കര ടെൻഷനായി പോകും. നമുക്ക് എങ്ങനെയായിട്ട് നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ നേരം നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളോട് നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു കുറെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്ത ആളോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല, അയാളുമായിട്ട് വഴക്കാവുന്നല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളുടെ ഒരു എബിലിറ്റിയാണ് ടു ടേക്കിംഗ് അല്ലെങ്കിൽ മേക്കിംഗ് സച്ച് ഡിസിഷൻസ്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ ആ ഒരു സക്സസ്, ഹാപ്പിനെസ്, ഒരു അച്ചീവ്മെന്റ്. അതേസമയം നമ്മളും ഇങ്ങനെ കട്ടക്കെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം നമ്മളുടെ ഒരു ബിഹേവിയർ തന്നെയാണ്. നമ്മളിങ്ങനെ സിറ്റുവേഷൻസുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുകയാണ്, അഡാപ്റ്റഡ് ആകുവാണെങ്കിൽ അത് ഒരു സൊസൈറ്റി കൺസിഡറബിൾ ബിഹേവിയർ ആണ്. പലപ്പോഴും ചില മീറ്റിംഗ്സ് ഒക്കെ നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും സ്കൂളിലെ PTA മീറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിലും അവിടെ മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ ചില വ്യക്തികൾ അവരെന്തിനും അഗെയിൻസ്റ്റ് പറയണ്ടാവും അല്ലെ, അവർക്ക് ഒന്നിനോടൊരു സിറ്റുവേഷൻ ആയിട്ട് അവർ ഒട്ടും പൊരുത്തപ്പെട്ടു പോവില്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായാൽ തന്നെ ആ ഒരു ഹോൾ ഗ്രൂപ്പിന്റെ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു സൊസൈറ്റിക്ക് കൺസിഡറബിൾ ബിഹേവിയർ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളത് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫസ്റ്റ് പടി തന്നെയാണ്. നമുക്ക് നമ്മുടെ എവറി ഡേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക, കൂടുതൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി നമ്മൾ ഇൻ എഫക്ട് നമ്മളങ്ങ് ഹാപ്പി ആകും. നിങ്ങൾ അങ്ങനെ കൂളായിട്ട് ഹാപ്പി ആയിട്ട്, ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് എന്ത് ടഫ് സിറ്റുവേഷൻ വന്നാലും അവർ ഭയങ്കര ചിരിച്ച് അതിനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് അവരത് കൊണ്ടുപോകും. ദാറ്റ് മീൻസ് അവര് മെന്റലി ഭയങ്കര കൂളാണ്, അവരുടെ മെന്റൽ ഹെൽത്ത് വളരെ നല്ല ലെവലിൽ തന്നെ പോകുന്നവർ തന്നെയാണ്. നെക്സ്റ്റ് പ്ലീസ്. കുറച്ച് പോയിന്റ്സിലെ റെസ്പെക്ട് ഫോർ ഐഡന്റിറ്റി ആൻഡ് വൺസ് പ്രൊഫഷൻ ഇവിടം വരെ ഒന്ന് റീഡ് ചെയ്യാം. ലാസ്റ്റ് ടോപ്പിക് ആണ്, അവിടെ ഇവിടെ വരെ ആരെങ്കിലും. ഞാൻ വായിക്കാം മാം. Instruction involves the social situation of a classroom in which the teacher occupies the leader's positions. A role is thus wanted from the teacher which requires certain personality traits. It is well known that accomplishment is influenced by personality factors of a physically, socially, mentally, and emotionally healthy, productive individual. വാക്യം കൂടി വായിക്കണോ? The importance of professional traits of a mentally healthy teachers are the following: good knowledge of subject matter in which he has specially, capacity and willingness to teach effectively, and mastery of communication skills, ability and desire to improve professional skills and achieve capacity through the study of professional books and magazines, capacity to work together, to share experiences with other staff members, capacity to assume an attitude of individual responsibility and cooperative functioning, acceptance and understanding of children, realistic attention of the social expectations and an understanding of his social role, respect for identity and one's profession. Thank you, ma'am. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് റൂമിൽ അവിടെ ഒരു പൊട്ടൻറ്റ് ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നത് അവിടുത്തെ
ടീച്ചറാണ് അല്ലെ. അപ്പൊ ടീച്ചർ പലപ്പോഴും ഒരു ലീഡറിനെ പോലെ, ഒരു ഗൈഡിനെ പോലെ, ഒരു മെന്ററിനെ പോലെ എല്ലാം അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടീച്ചറിന് സർട്ടൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ടീച്ചറെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന ഫീച്ചേഴ്സ്, ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്, ഒരു സ്വഭാവ ഗുണങ്ങൾ ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അത് ആ ഒരു ടീച്ചർ ഫിസിക്കലി, സോഷ്യലി, മെന്റലി, ഇമോഷണലി ഹെൽത്തി ആയിരിക്കണം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം. അതേസമയം എപ്പോഴും ഭയങ്കര ഡൗൺ ആയിട്ട്, വളരെ വീക്കായിട്ട്, ഒരു എനർജി ഇല്ലാതൊക്കെയാണ് ആ ടീച്ചർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അത് കുട്ടികളെ വല്ലാതെ അഫക്ട് ചെയ്യും അല്ലെ. സോ അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ട്രേറ്റ്സ് ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർക്ക് വേണം. എന്തെല്ലാമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ടീച്ചർക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നല്ലൊരു നോളജ് ആയിരിക്കണം. ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതിനെപ്പറ്റി നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആ ഒരു ടീച്ചർക്ക് നല്ലപോലെ ഉണ്ടായിരിക്കണം. കപ്പാസിറ്റി, വില്ലിങ്നെസ്, അവർക്ക് എഫക്റ്റീവ് ആയിട്ട് ടീച്ച് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതിനുള്ള താല്പര്യം, വില്ലിങ്നെസ് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ തന്നെ പ്രൊഫഷണൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള, അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യണം, അങ്ങനെ അവരെ തന്നെ അനലൈസ് ചെയ്യണം അല്ലെ. അല്ലാതെ ഞാൻ ഒക്കെയാണ്, ഞാൻ ടോപ്പാണ്, 100% പെർഫെക്റ്റ് ആണ്, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങളെല്ലാം പഠിച്ച് അതിന് വേണ്ടുന്ന എന്തൊക്കെ റെഫർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം റെഫർ ചെയ്യണം. പ്രൊഫഷണൽ ബുക്സ് ആൻഡ് മാഗസീൻ എന്നുള്ള രീതിയിൽ. പിന്നെ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ ആ ടീച്ചർ ആ സ്കൂളില്, വേറെയും സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ കൊളീഗ്സുമായിട്ട് ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. തന്റെ സ്വന്തം എക്സ്പീരിയൻസസ്, ഒരു ലേണിംഗ് പ്രോസസ്സിലെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റണം. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാതെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതും, പിന്നെ ഈ എല്ലാവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. ആ ഒരു കോപ്പറേറ്റീവ് ഫങ്ഷൻസ് അതും ഉണ്ടായിരിക്കും. കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റണം, ആക്സെപ്റ്റൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്റെ റോൾ എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ആ ഒരു സൊസൈറ്റിയിലേക്ക്, ആ സോഷ്യൽ എക്സ്പെക്ടേഷൻസ് പാരന്റ്സ് പ്രതീക്ഷിക്കും ടീച്ചർമാരുടെ അടുത്ത് നിന്ന് അല്ലെ. അവർക്ക് ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വ്യക്തി, ആ ഒരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, അതിന്റെ ഒരു റിയലിസ്റ്റിക് അറ്റൻഷൻ അവർക്ക് വേണം. എന്താണ് എന്റെ റോൾ എന്നുള്ളത് അവര് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഓരോ വ്യക്തിയുടെയും ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ പ്രൊഫഷനെയും റെസ്പെക്ട് ചെയ്യണം. എന്ത് പ്രൊഫഷനിലുള്ള ആളാണെങ്കിലും ശരി അത് റെസ്പെക്ട് ചെയ്യണം, അത് ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ ഫൈൻ. അപ്പോ സൈൻ ഔട്ടിന്റെ, അപ്പൊ എന്തായാലും ഈ ലെസണും കഴിഞ്ഞു, ഇതിന്റെ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൈൻ ഔട്ടിന്റെ ഭാഗമായിട്ട് ഇതൊന്ന് ബ്രീഫ് ചെയ്യാമോ? ഇപ്പൊ നമ്മളിന്ന് പറഞ്ഞ കാര്യം. Today the topic taken by Jisha ma'am is mental health and the role of a mentally healthy teacher. Mental health is just as important as physical health. A truly healthy person is one who is mentally sound, emotionally balanced, and socially effective. Mental health includes being self-confident, emotionally stable, and able to adjust both individually and socially. It helps a person face challenges, make good decisions and responsibility, and live a satisfying and successful life. For teachers, being mentally healthy is very important because they are role models and leaders in the classroom. A mentally healthy teacher should have good subject knowledge, effective communication and teaching skills, a desire to keep learning and improving, the ability to work well with others, next responsibility and cooperation, understanding and acceptance of children, awareness of social roles, respect for their own identity and profession. Thank you, ma'am. Thank you, all of you. Okay, thank you so much. Okay, then have a nice day and thank you so much. Okay, bye. Questions വരുന്നുണ്ടോന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. സൈൻ ഔട്ട് പറഞ്ഞിട്ടില്ല. Okay, I told like as part of sign out, just brief the content. Okay, please sign out. Good morning, everyone.
I'm Shruti Suresh. Thank you everyone joining us today for this informative session. I just want to say thank you to our teacher. Your insights on mental health and hygiene have enriched discussion. And also thank you, ma'am. Ma'am, tell you so much information about exams, assignments, and other activities. It is very useful for everyone. Thank you so much, ma'am. I would also like to thank Saumya for prayer, Jasmine for thought, and sign in for Asina. Thank you, ma'am. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.